ഇന്നലെ രാത്രി 12 മണിയോട് കൂടിയാണ് ഞങ്ങൾ ശ്രീരംഗത്ത് എത്തണേ. നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് സുഖമായി കിടന്നുറങ്ങി. പുലർച്ചെ ഒരു 5-5:30 ആയപ്പോൾ അമ്മ ഒന്ന് വിളിച്ചെണീപ്പിച്ചു. വേഗം തന്നെ കുളിച്ച് തൊട്ടടുത്തുള്ള ജംബുകേശ്വര ക്ഷേത്രത്തിൽ പോയി തൊഴുതു. അതിഗംഭീരമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ജംബുകേശ്വര ക്ഷേത്രം. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പോണത് ശ്രീരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടുള്ള ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. 156 ഏക്കറിലായിട്ട് പരന്നു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മഹാവിഷ്ണു പ്രതിഷ്ഠുള്ള ക്ഷേത്രമാണ് ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രത്തിന് 7 ചുറ്റുമതിലുകളും 21 ഗോപുരങ്ങളും ഉണ്ട്. 7 ചുറ്റുമതിലുകൾ സൂചിപ്പിക്കുന്നത് 7 ലോകങ്ങളെയാണ്. അതായത് ആദ്യത്തെ ലോകമായിട്ടുള്ള ഭൂലോകത്തു നിന്നും 7ാമത്തെ ലോകമായിട്ടുള്ള സത്യലോകം അഥവാ വൈകുണ്ഠത്തിലേക്ക് ഒരു ഭക്തൻ എത്തിച്ചേരുന്നു എന്നുള്ള പ്രതീകാത്മകമായിട്ടാണ് ഈ 7 ചുറ്റുമതിലുകളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ ചുറ്റുമതിലുകളും കടന്ന് ശ്രീരംഗനാഥ സ്വാമിയുടെ അടുത്തേക്കുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിലേക്കുള്ള യാത്ര തന്നെയാണ്. ഈ കാണുന്നതാണ് ലോകപ്രസിദ്ധമായിട്ടുള്ള ശ്രീരംഗ ക്ഷേത്രത്തിൻ്റെ രാജഗോപുരം. 13 നിലകളും 72 മീറ്ററോളം ഉയരമുണ്ട് ഈ ഒരു ഗോപുരത്തിന്. 72 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ താജ്മഹലിൻ്റെ ഒരു ഉയരം വരും. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറി. ഇവിടുത്തെ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ തെക്കോട്ട് ദർശനമായിട്ടാണ്. അതിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് ഭഗവാൻ ശ്രീരാമൻ തൻ്റെ കുലദൈവമായിട്ടുള്ള വിഷ്ണു വിഗ്രഹത്തെ വിഭീഷണന് സമ്മാനമായിട്ട് നൽകി. വിഭീഷൺ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. വിഗ്രഹം സ്വീകരിക്കുന്ന സമയത്ത് ശ്രീരാമൻ വിഭീഷണോട് പറഞ്ഞിരുന്നു, ലങ്കയിലെത്തുന്നവരെ ഈ വിഗ്രഹം എവിടെയും വെക്കരുത്, വെച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ നിന്ന് ഇളക്കാൻ സാധിക്കില്ലെന്ന്. അങ്ങനെ ലങ്കയിലേക്ക് പോണ വഴിക്ക് വിഭീഷണൻ കാവേരി നദീതീരത്തെത്തിയപ്പോൾ സന്ധ്യാവന്തനത്തിനായിട്ട് നിലത്ത് വെക്കരുത് എന്ന നിബന്ധനയിൽ വിഗ്രഹം അവിടെ കണ്ട ഒരു ബാലൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ ബാലനാവട്ടെ ഭാരം താങ്ങാൻ പറ്റാണ്ട് വിഭീഷണന്റെ പൂജയുടെ ഇടയിൽ തന്നെ വിഗ്രഹം നിലത്ത് വെക്കുകയും ചെയ്തു. പൂജ കഴിഞ്ഞു വന്ന വിഭീഷണൻ വിഗ്രഹത്തിനെ എടുക്കാൻ നോക്കിയെങ്കിലും അത് 1 ഇഞ്ച് പോലും അനങ്ങിയില്ല. ദുഃഖിച്ചിരിക്കണ വിഭീഷണന്റെ മുമ്പിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, വിഭീഷണ, നീ വിഷമിക്കണ്ട, ഈ സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ കാവേരി നദീതീരത്ത് എന്നെ പ്രതിഷ്ഠിച്ചുവെങ്കിലും നിനക്ക് തന്ന വാക്ക് പാലിക്കാനായിട്ട് നിന്റെ രാജ്യമായിട്ടുള്ള ലങ്കയുടെ ദിശയായിട്ടുള്ള തെക്കോട്ട് നോക്കി ഞാനിവിടെ ശയിക്കാം. അങ്ങനെയാണത്രേ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിന് തെക്കോട്ട് ദർശനമായതെന്നും അന്ന് വിഭീഷണന്റെ കയ്യിൽ നിന്ന് വിഗ്രഹം വാങ്ങി ഇവിടെ പ്രതിഷ്ഠിച്ച ആ ബാലൻ സാക്ഷാൽ ശ്രീ ഗണപതിയായിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. നല്ല തിരക്കും ചൂടുമാണ് ഇവിടെ. ഞങ്ങൾ ദർശനത്തിനായിട്ടുള്ള ക്യൂവിൽ കയറാണ്. ഞങ്ങൾ ആദ്യം കയറിയത് ഫ്രീ ആയിട്ടുള്ള ക്യൂവിലായിരുന്നു. പക്ഷേ അടുത്ത കാലത്തൊന്നും ഭഗവാനെ കണ്ട് തൊഴാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കയറാമെന്ന് വിചാരിച്ചു. ഇത് കൂടാണ്ട് 500 രൂപയുടെ ദർശനം ഉണ്ട് ഇത്രേ. അതിൻ്റെ ക്യൂ ഇനി എവിടെയാണാവോ. 100 രൂപയുടെ ടിക്കറ്റ് എടുത്തെങ്കിലും ഏകദേശം 2 മണിക്കൂറിലധികം എടുത്തു ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ. കുറച്ച് കഷ്ടപ്പെട്ടാലും ഭഗവാന്റെ നല്ലൊരു ദർശനം കിട്ടി. ഞങ്ങളെല്ലാവരും ഹാപ്പിയായി. ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ 2 പല്ലികളെ ഇവിടെ മേലെയിട്ട് കണ്ടു. കുറേ പേര് വന്ന് തൊഴുന്നൊക്കെ ഉണ്ട്. എന്താണ് സംഗതി എന്നറിയില്ലെങ്കിലും ഞങ്ങൾ തൊഴുതു. ഭഗവാൻ ശ്രീരംഗനാഥ സ്വാമിയോടൊപ്പം തന്നെ മഹാലക്ഷ്മിയെ രംഗനായകി എന്ന പേരിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇതുകൂടാണ്ട് 50ഓളം ഉപദേവതകളെയും ഇവിടെ പല പല സന്നിധികളിലായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത് വേറൊരു ക്ഷേത്രമല്ല, മറിച്ച് ഒരു ക്ഷേത്ര നഗരാണെന്ന് തന്നെ പറയാം. അതുപോലെ ഇവിടുത്തെ കൊത്തുപണികൾ, കാലത്തിനെ അതിജീവിക്കുന്ന രീതിയിലുള്ള സൃഷ്ടികൾ, ഇവിടുത്തെ 1000 കൽമണ്ഡപം, ഇതൊക്കെ കണ്ടു തീർക്കണമെങ്കിൽ ഒരു തവണയൊന്നും പോരാ. ചുരുങ്ങിയത് ഒരു 3-4 തവണയെങ്കിലും വരേണ്ടി വരും. 156 ഏക്കറിൽ പരന്ന് കിടക്കണോണ്ടേ ഇവിടെ ഇലക്ട്രിക് ബഗ്ഗികളൊക്കെ ഉണ്ട്. അതിൽ കയറിയിട്ടും നമുക്കിങ്ങനെ ഓരോരോ സന്നിധികളിലൊക്കെ പോകാൻ പറ്റും. ഞങ്ങൾ കുറേയൊക്കെ കറങ്ങി നടന്ന് കണ്ടു. പിന്നെ വയ്യാണ്ടായപ്പോൾ ഇവിടുത്തെ കൽമണ്ഡപത്തിൻ്റെ കീഴിൽ കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നല്ല വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്.
അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് കുറച്ച് പേര് ഒരു തൂണിന് ചുറ്റും കുറേ തൊട്ടിലൊക്കെ കെട്ടി പ്രാർത്ഥിക്കാനൊക്കെ കണ്ടത്. പണ്ട് ഹിരണ്യകശിപുവിൽ നിന്നും പ്രഹ്ലാദനെ രക്ഷിക്കാനായിട്ട് നരസിംഹമൂർത്തി തൂണ് പിളർന്നു വന്നല്ലോ. അതിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സന്നിധിയാണിത്. ഇറങ്ങണതിന് മുമ്പ് അവിടെയും കൂടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോന്ന കുറി, അതും ഒന്ന് തൊട്ടു. തൊടുക മാത്രമല്ല ബാക്കിയുള്ളവരെ തൊടിയിക്കുകയും ചെയ്തുട്ടാ. ഞങ്ങൾ തൂണുമച്ചാരി ഇരിക്കുകയായിരുന്നെങ്കിൽ പല ആൾക്കാരും കിടന്ന് വിശ്രമിക്കുകയാണ്. 156 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ക്ഷേത്രമാണല്ലോ. മുഴുവൻ തൊഴുതു വരുമ്പോഴേക്കും നല്ല ക്ഷീണാവേ. ഇരുന്നിട്ടൊന്നും കാര്യമില്ല, എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കണം, എന്നാലേ ക്ഷീണം അങ്ങോട്ട് മാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ആദ്യം കണ്ടത് കുറച്ച് പേരയ്ക്കാണ്. പേരയ്ക്കാന്ന് വിചാരിച്ച് കൈ നീട്ടിയപ്പോൾ ചേട്ടൻ 2 പീസ് ടേസ്റ്റ് നോക്കാൻ തന്നു. നല്ല തേൻ മധുരമുള്ള പേരയ്ക്കായിരുന്നു കേട്ടാ. അതിൻ്റെ ഇടയിലാണ് മറ്റൊരു കാര്യം നോട്ട് ചെയ്തത്. ഈ മധുരമുള്ള പേരയ്ക്ക എന്ന് പറയണത് എല്ലാം ചെറുതാണ്. വലിയ പേരയ്ക്ക് ഒട്ടും മധുരമില്ല. അണ്ണൻ ടേസ്റ്റ് ചെയ്യാൻ തരണതൊക്കെ ചെറുതും തൂക്കം നോക്കാൻ എടുക്കുന്നതൊക്കെ വലുതുമാണ്. അണ്ണൻ വലുതും മധുരമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് ഞങ്ങളെ പറ്റിക്കാൻ നോക്കി. ഇത് ടേസ്റ്റ് കുറവല്ല. ഒടുവിൽ നിർബന്ധമായിട്ട് വലുത് വേണ്ട, ചെറുത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാം ചെറിയ പേരയ്ക്ക് തന്നെ വാങ്ങി. അതിനുശേഷം ശ്രീരാജ് പറഞ്ഞു നമുക്ക് അനന്തശയനത്തിനുള്ള മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതിമ വാങ്ങാമെന്ന്. അങ്ങനെ അതിനായിട്ട് തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി. വലിയ റേറ്റാണ് അവർ തുടക്കത്തിൽ പറയാം. ഞാനിങ്ങനെ വീഡിയോ എടുക്കണൊക്കെ കണ്ടപ്പോഴേ അവിടുത്തെ കാർന്നോര് പയ്യനോട് പറഞ്ഞു റേറ്റ് കുറച്ച് കൊടുക്കാൻ. അങ്ങനെ 750 പറഞ്ഞ റേറ്റ് അവസാനം 400 രൂപയിലേക്ക് എത്തി. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ലഞ്ച് കഴിക്കാനാണ്. ഇന്ന് ലഞ്ച് കഴിക്കാൻ പോണത് ശ്രീ മടപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഭഗവാന് നിവേദ്യം ഉണ്ടാക്കുന്ന അടുക്കളേനെയാണ് തമിഴിൽ മടപ്പള്ളി എന്ന് പറയാം. അതേ ഒരു സങ്കല്പത്തിലാണ് ഇവിടുത്തെ ശ്രീ മടപ്പള്ളി എന്നുള്ള റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കണേ. ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ ചുമ്മാ നോക്കിയപ്പോഴാണ് ഈ റെസ്റ്റോറൻറ്റ് കാണുന്നത്. അപ്പം തന്നെ വിചാരിച്ചു ഇന്നത്തെ ലഞ്ച് ഇവിടെ തന്നെ ആവാമെന്ന്. നമ്മുടെ നാട്ടിലെ പോലെ തിളങ്ങണ ബോർഡും റിനോവേഷൻ നടത്തി കുട്ടപ്പനാക്കണ പരിപാടിയൊന്നുമില്ല. പഴയൊരു സെറ്റപ്പ് ആ രീതിയിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോണു. ഇവിടുത്തെ പുളിയോദരയും തൈർ സാദമൊക്കെ ഗംഭീരാണെന്ന് ഗൂഗിൾ റിവ്യൂസിൽ പറയുന്നുണ്ട്. ഇപ്പം എന്തായാലും മീൽസ് കഴിക്കാനാണ് തോന്നണേ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും മീൽസ് തന്നെ പറഞ്ഞു. കുറച്ച് തണുത്ത വെള്ളം വേണം ഒരു കുപ്പി. നല്ല ചൂട് പൊന്നരി ചോറ്, അതിൻ്റെ മേലെ ആദ്യം നെയ്യ് ഒഴിക്കും, എന്നിട്ട് പിന്നെയാണ് സാമ്പാർ ഒഴിക്കണേ. അപ്പം തന്നെ ഞാൻ ഹാപ്പിയായി. സാമ്പാർ ഒഴിച്ചിട്ട് ചേച്ചി പോവാൻ നിൽക്കുന്ന നേരത്താണ് വേറെ എന്തോ കറി കൂടി ഞാൻ കണ്ടേ. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പുളിക്കുളമ്പെന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ അതും കൂടി കുറച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ചു. പുളിക്കുളമ്പും സാമ്പാറും കൂടാണ്ട് പരിപ്പുവടയും തോരനും അച്ചാറും അപ്പളവും പിന്നെന്തോ ഒരു കൂട്ടുകറി ഉണ്ട് കേട്ടാ. ഭക്ഷണം കണ്ടല്ലോ പപ്പടം നിന്റെ കഴി കാണാനില്ല. അങ്ങനെ ചോറൊക്കെ ശ്രീരാജിന് ഇഷ്ടപ്പെട്ട പിന്നെ അടിപൊളിയാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല അടിപൊളി തമിഴ് മീൽസ്. പുളിക്കുളമ്പൊക്കെ വേറെ ലെവല്. പുളിക്കുളമ്പ് നല്ല പുളിയല്ല. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. അപ്പളവും കൂട്ടുകറിയും തോരനും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഒരൊറ്റ പിടി, ഒന്നല്ല ഒരു 2-3 പിടി അങ്ങോട്ട് അകത്താക്കി. ആദ്യത്തെ റൗണ്ട് അങ്ങനെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ട് കുറച്ച് ചിൽഡ് വാട്ടർ അങ്ങോട്ട് കുടിച്ചു. ഇപ്പോഴാണ് ആ ചൂടും ക്ഷീണവും ഒക്കെ മാറിയത്. ദൈവ അമ്മ എങ്ങണ്ട് അലക്കണ്ടല്ലേ? ചോറുണ്ട് നീ ചോറുണ്ട്. രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ സാമ്പാറാണ് വാങ്ങിയെന്നുണ്ടെങ്കിൽ അമ്മയും ദീപു ശ്രീരാജും പുളിക്കുളമ്പാണ് വാങ്ങിയത്. ആസ് യൂഷ്വൽ വെറൈറ്റി ഇഷ്ടമില്ലാത്ത ശ്രീരാജിന് പുളിക്കുളമ്പ് ഒട്ടും അങ്ങോട്ട് ഇഷ്ടമായില്ല.
അമ്മയ്ക്ക് എങ്ങനെ അമ്മ ദീപയ്ക്ക് നോക്കിയിട്ട് പുളി കസമോരോട് തമിഴ്നാട്ടിലെ വിളമ്പൽ എന്ന് പറഞ്ഞാണ്ടല്ലോ അത് ഒരു രക്ഷയില്ല ചേട്ടാ. എന്തൊരു സ്നേഹത്തിലാണ് അവർ നമുക്ക് ഓരോന്നും വിളമ്പി തരുന്നത്. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞ് ഞാൻ പായസത്തിലേക്ക് കടക്കുകയാണ്. വലിയ പ്രതീക്ഷയില്ലാണ്ട് ടേസ്റ്റ് ചെയ്താണെങ്കിലും പായസം നല്ല കിടിലനായിരുന്നു. പായസം അടിപൊളിയല്ലോ. നല്ല പായസം ചാറും നാരങ്ങത് സൂപ്പർ. അണ്ണത് എന്ന പായസം? പാസിപ്പരിപ്പാ. ആ ഊണ് കഴിച്ചു കഴിഞ്ഞപ്പോഴേ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പുളിയോദരയും ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം. അക്ക തന്നെ പുളിയോദര കുറേശ്ശെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പി തന്നു. പുളി ഫാൻസ് ആയിട്ടുള്ള അമ്മയ്ക്കും ദീപുവിനും പുളിയോദര നന്നായിട്ട് ഇഷ്ടമായി. ശ്രീരാജൻ്റെ കാര്യം എന്താവുന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നീ കഴിച്ചേ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായില്ല? ഇഷ്ടമായില്ല. വയറ് ഫുള്ളായിരുന്നല്ലേ? അതല്ലേ സംഗതി കപ്പലൻ്റെ ഒക്കെ ഇട്ട് നല്ല പുളിയൊക്കെ ആയിട്ട് അടിപൊളി ഐറ്റായിട്ടുണ്ട് കേട്ടോ. പോരാത്തന്നെ അക്ക ഒരപ്പളം എക്സ്ട്രാ കൊണ്ടുവന്ന് തരുകയും ചെയ്തു. അപ്പളത്തിൻ്റെ ഒരു ഷെയർ ശ്രീരാജ് കൊണ്ടുപോവുകയും ചെയ്തു. സൂപ്പറായിട്ട് പലക്കെ സാധനമായിട്ട് നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഇവിടുത്തെ മീൽസ് ട്രൈ ചെയ്തില്ലെങ്കിലും പുളിയോദര മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അതിനർത്ഥം മീൽസ് മോശമാണെന്നല്ല കേട്ടോ, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി അടിപൊളി. അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ച ടോട്ടൽ ബില്ല്. വിലയൊക്കെ വളരെ റീസണബിളാണ്. അങ്ങനെ ശ്രീ മടപ്പള്ളിയിൽ നിന്ന് നല്ലൊരു ഊണ് കഴിച്ച സംതൃപ്തിയോടെ ഞങ്ങൾ ഇറങ്ങി. രാവിലെ 11 മണിയായിരുന്നു ഞങ്ങളുടെ ചെക്കൗട്ട് ടൈം. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും റൂമിലേക്ക് പോകുമ്പോഴേക്കും ലേറ്റ് ആവും. അതുകൊണ്ട് നേരത്തെ തന്നെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരാഴ്ചത്തെ വെക്കേഷനാണ് അനിയൻ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. അതിലിപ്പോൾ 2 ദിവസം ശ്രീരംഗ യാത്രയ്ക്ക് എടുത്തു. എന്നാലോ ശ്രീരംഗത്ത് ഇനിയും കാഴ്ചകൾ ഒരുപാട് ബാക്കിയാണ്. എന്നാലും ലോകത്തെ ഏറ്റവും വലിയ വൈഷ്ണവ ക്ഷേത്രമായിട്ടുള്ള ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രവും അതുപോലെ ജംബുകേശ്വര ക്ഷേത്രവും ഒക്കെ കാണാനും നല്ല പോലെ തൊഴാനും പറ്റി. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കാണുന്നു. ഈയൊരു ക്ഷേത്ര നഗരിയിൽ നിന്ന് കിട്ടിയ എല്ലാ അനുഗ്രഹവും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഇനിയൊരു 6-7 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് തൃശ്ശൂർക്ക്. ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്ന വഴി കൂടെ അല്ല തിരിച്ചു പോണത് ശ്രീരംഗം തേനി ഹൈവേ പാലക്കാട് പോണ റൂട്ടിലാണ്. ഇത് കറക്റ്റാണെന്ന് എനിക്കറിയില്ല. എന്തായാലും റോഡ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കണ്ണും പൂട്ടി 100-110 വിടാം. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ പിന്നെ തമിഴ് ഗ്രാമാന്തരീക്ഷത്തിലൂടെയൊക്കെ യാത്ര. ഇടയിൽ ഒരു തണല് ചെറിയൊരു കട കണ്ടപ്പോൾ ഒന്ന് ചവിട്ടി കുറച്ച് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ടേ. നിനക്ക് ചിൽഡ് വാട്ടർ അല്ലേ? നിനക്കൊന്നും വേണ്ടല്ലോ ദീപം? ഉപ്പ് സോഡ ചോദിച്ചോട്ടെ. നെല്ലിക്ക കണ്ട ഉടനെ ആദ്യം തന്നെ 1 കിലോ നെല്ലിക്ക പറഞ്ഞു. തണുത്ത വെള്ളം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഗതി കേട്ടിട്ടേ ഇല്ല എന്നുള്ള ഭാവത്തിലാണ് അമ്മൂമ്മ ഇരിക്കുന്നത്. തണുപ്പില്ലെങ്കിൽ ചെറിയൊരു ബോട്ടിൽ അമ്മയ്ക്ക് മാത്രം മതിയെന്ന് ഞാനും തീരുമാനിച്ചു. അമ്മൂമ്മയ്ക്ക് ഒരേ നിർബന്ധം, ഞാൻ വലുതെടുക്കണമെന്ന്. വലുതെടുക്കാൻ തണുപ്പ് വേണ്ടതെന്നായി ഞാനും. ഐസ് വാട്ടർ വേണോ? ഇത് അമ്മാവക്ക് ചിന്നത് മതി പോതി. അങ്ങനെ അമ്മൂമ്മ അവസാനം ഫ്രിഡ്ജ് തുറക്കാൻ തീരുമാനിച്ചു. അനുസരണ നല്ലോണമുള്ള കൊച്ചുമോള് പെട്ടെന്നൊന്നും ആ ഭാഗത്തേക്കേ വന്നില്ല. ഞാനാണെങ്കിൽ തണുത്ത വെള്ളത്തിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഐസ് വാട്ടർ കാണുമുണ്ടോ? അല്ല പരവായില്ല എടുത്തറ. ഓക്കെയാ 80 അല്ലേ? ഇത് പിടിച്ചേ. എത്ര വെള്ളം അവിടെ ഫ്രിഡ്ജ് ചെയ്തെടുത്താ? നല്ല കയ്പുള്ള നെല്ലിക്ക, 1 കിലോ 50 രൂപ. അങ്ങനെ കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് അവിടെ തണലിൽ വിശ്രമിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു.
ഇവിടെ നിന്ന് പിന്നെ ഇടയിൽ കാര്യമായിട്ട് നിർത്തിയൊന്നുമില്ല. ഒരു സ്ഥലത്ത് മാംഗോ ബേക്കേഴ്സ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി ചായ കുടിച്ചു, അത്ര തന്നെ. അയ്യോ ടിഷ്യൂ പറഞ്ഞില്ല. ഒരെണ്ണം മേടിച്ചോളോ. ചൂടുണ്ടല്ലോ. ഞങ്ങൾ കയറിയ മാംഗോ ബേക്കേഴ്സ് പൊള്ളാച്ചിയിലായിരുന്നു. പൊള്ളാച്ചിയിൽ സത്യം പറഞ്ഞാൽ മാംഗോ ബേക്കേഴ്സ് കണ്ടപ്പോൾ ചെറിയൊരു കൗതുകം തോന്നി. നമ്മുടെ നാട്ടിലെ ഒരു ബ്രാൻഡാണല്ലോ. മാംഗോ ബേക്കേഴ്സിൽ നിന്ന് ചായയും മഷ്റൂം പപ്സൊക്കെ കഴിച്ചിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഒരു ആൽമണ്ടിൻ്റെ ഒരു കേക്കും ടേസ്റ്റ് ചെയ്തു, അതും സൂപ്പറായിരുന്നു. അങ്ങനെ പൊള്ളാച്ചി കഴിഞ്ഞ് കുതിരാൻ തുരങ്കം കഴിഞ്ഞ് ഞങ്ങൾ യാത്രയുടെ അവസാനത്തോടെ അടുക്കുകയാണ്. 3 ഭാഗങ്ങളായിട്ട് വന്ന ഞങ്ങളുടെ ശ്രീരംഗ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. കൂടുതൽ വലിച്ചു നീട്ടണില്ല. വീഡിയോയുടെ എണ്ണം കുറയണമെന്നുള്ള പരാതി വ്യാപകമായിട്ടുണ്ട്. ഭഗവാന്റെ ശ്രീരംഗനാഥ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം നേരെ ആവട്ടെ. जय कोदण्ड रामावतार रघुवीर